ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മെഡിസിൻ പോസ്റ്റിംഗ് ആണ്. ആക്ച്വലി സെക്കൻഡ് പോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫൈനൽ ഇയറിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കുറച്ച് റുട്ടീനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോർണിംഗ് റുട്ടീന്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ആക്ച്വലി ഞാൻ എല്ലാ ദിവസവും സ്ട്രിക്റ്റായിട്ട് മോർണിംഗ് റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ആൻഡ് കുറച്ച് ഡിഫറൻസ് ഞാനിപ്പം വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പഴയ വ്ളോഗിലൊക്കെ ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്നതും ലൈക്ക് അഫർമേഷൻസ്, പോഡ്കാസ്റ്റ്, മെഡിറ്റേഷൻ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ നടക്കാൻ പോകും, അതിൻ്റെ കൂടെ ഞാൻ അമ്പലത്തിലും കൂടെ പോകും. അപ്പോൾ രാവിലെ കുളിച്ചിട്ട് ആണ് നടക്കാൻ പോവുക. ഒരു 1 കിലോമീറ്റർ എങ്ങാനേ കാണുള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കും. ആൻഡ് ഐ റിയലി ലൈക്ക് ഇങ്ങനത്തെ സ്ലോ മോർണിംഗ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയമാണ് ഈ രാവിലെ ഒരു 5:30, 6 മണി, 7 മണി ആ ഒരു സമയം. അപ്പം എനിക്ക് അങ്ങനെ പതുക്കെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബാക്കി ഒരു എനർജി ഗെയിനിങ് പ്രോസസ്സ് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം രാവിലെ ഞാൻ എഴുന്നേൽക്കും, പതുക്കെ ഇങ്ങനെ നടക്കും, ആൻഡ് അമ്പലത്തിൽ പോവും, സഹസ്രനാമം ജപിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോരോ ഡേയ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ ക്ലാസ് ഉണ്ട്. ക്ലാസ് പീഡിയാട്രിക് ക്ലാസ് ആയിരുന്നു. അപ്പോൾ തിയറി ക്ലാസ് കഴിയുമ്പോൾ ആസ് യൂഷ്വൽ പോസ്റ്റിംഗ് ഉണ്ട്, മെഡിസിൻ പോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, അതിനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. യെസ്, गायत्री അങ്ങനെ പോസ്റ്റിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയുണ്ട്, ചെറിയൊരു കടയാണ്. അപ്പോൾ 24 hours വർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ കോഫി, ബൂസ്റ്റ് അങ്ങനെയൊക്കെ കുടിക്കും. ഇറ്റ്സ് റിയലി ഭയങ്കര ഫൺ ടൈമാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, പക്ഷേ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് റിയലി റിഫ്രഷിങ്. ഉറങ്ങി താങ്ക് യു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ മെഡിസിൻ പോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ആക്ച്വലി സെക്കൻഡ് പോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ഫൈനൽ ഇയറിൻ്റെ. അപ്പം ഞാൻ എൻ്റെ ഇപ്പം ഗൈനക്കോളജി ആയിരുന്നെങ്കിലും ലൈക്ക് OBG ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ സർജറി ആയിരുന്നെങ്കിലും ഒക്കെ ഫസ്റ്റ് ഡേ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്
കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു നല്ല രസമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ചെല്ലണ പോലത്തെ ഒരു ഫീലായി. ലൈക്ക് 2 OBG പോസ്റ്റിങ്ങും ഒരു സർജറിയും കഴിഞ്ഞിട്ട് വീണ്ടും മെഡിസിനിൽ പോയപ്പോൾ എന്തോ കുറേയൊക്കെ മറന്നു പോയതുപോലെയും ഒരു ടച്ച് വിട്ട പോലെയൊക്കെ എനിക്ക് തോന്നി. ഒന്നും പറഞ്ഞുകൂടാ, പക്ഷെ എനിക്കങ്ങനെ തോന്നി. പിന്നെ ഇന്നപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ നമ്മൾ കേസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു CVS. അപ്പോൾ അതെന്തെങ്കിലും എനിക്കൊന്നും നമുക്ക് അവരോടത്തൊന്ന് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ, നമ്മുടെ മനസ്സിലറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുള്ളൂ എന്ന് പറയാം. അപ്പം നമുക്ക് അറിയണം കുറച്ചും കൂടെ എന്നൊക്കെ എനിക്ക് തോന്നി. ഇപ്പം ഞാൻ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ മന്ദപ്പ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്, ഇത് പഴയ ലൈക്ക് മണിപ്പാൽ പ്രപ്പ് മാനുവൽ ഓഫ് മെഡിസിൻ. ഇതൊരു എല്ലാവരും പഠിക്കാൻ അത്ര ഭയങ്കര പഠിപ്പിസ്റ്റല്ലാത്ത പിള്ളേർ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ്. മെഡിസിൻ ആക്ച്വലി എല്ലാവരും ഡേവിഡ്സൺ, ഹാരിസൺ അങ്ങനത്തെ വലിയ വലിയ ടെക്സ്റ്റ് ബുക്കാണ് വായിക്കാറ്. അപ്പം ഇത് ഞാൻ കുറച്ച് നല്ല എളുപ്പമുള്ള പോലെ തോന്നി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വഴക്ക് പറയും. എന്നുവെച്ചാൽ ഇതൊരു സിംപ്ലിഫൈഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൽ കുറേയൊക്കെ ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എല്ലാവരും പറയുന്നത് അത് വായിക്കുന്നത് ലൈക്ക് പഠിപ്പികളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നൊരു ടെക്സ്റ്റ് ബുക്കല്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്, കൊള്ളാം, കുഴപ്പമൊന്നും പറയില്ല. അപ്പം ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനിപ്പം മന്ദപ്പ വായിച്ചിട്ട് കുറച്ച് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് എന്തെങ്കിലും ഇപ്പം ഹാരിസണൊന്നും ഞാൻ ഡേവിഡ്സനെ കാണാൻ വായിക്കുവാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് കിട്ടുവാണെങ്കിൽ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. കുറച്ച് മാരോ നോട്ട്സിൻ്റെ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സോ ഭയങ്കര പരിപാടിയൊന്നും ചെയ്യണില്ല, കുറച്ച് ചെയ്യണം. അടുത്ത മാസം എക്സാം ഉണ്ട്, പിന്നെ പോസ്റ്റിങ്ങും ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ടൈം ടേബിളൊക്കെ നമുക്ക് എക്സാമിൻ്റെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു പഠിത്തം പഠിക്കുമല്ലോ. അതേപോലെ ടൈം ടേബിൾ നമുക്ക് വന്നപ്പോൾ എനിക്ക് ഏതെങ്കിലും 2-3 ടോപ്പിക്കിൽ പഠിക്കാമെന്ന് തോന്നി. സോ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചതാണ്. അത്ര